ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോട്ടിൽ നിന്ന് കിട്ടിയാണ് ഒരു ഐഫോണ്. നോക്കിയാ ഓരോ ഓട്ടോറിക്ഷ കയറിയാണ്. സാധനക്ക് എങ്ങനെ ഇത് ആളാരെങ്ങനെ മനസ്സിലാക്കുക നീ ആരെങ്ങനെ കണ്ടുപിടിച്ചാ? ഗൈസ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. സംഭവം ഒരു ഓട്ടോറിക്ഷ നമ്മൾ മുമ്പിൽ നിന്ന് കയറി. പക്ഷേ ഒരു സീനുണ്ട്. കോളറുണ്ട്. ഹലോ ആക്കണ അവിടെ ആളാക്കണ്. നിങ്ങളതാ ഒരു ഓട്ടോറിക്ഷ കയറിന്. ഞങ്ങള് ഞങ്ങള് ബാക്കിൽ വന്ന വണ്ടി ഒന്ന് കയറി. അതിന് ഞങ്ങൾ വണ്ടി പോയിരുത്താം. ചെറിയ ഓട്ടം എന്നാലും സീനൊന്നുമില്ല. അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ ഹാപ്പി, ഉസ്താദ് ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഞങ്ങളിന്ന് യാത്ര തുടങ്ങിയതാണ്. നല്ലൊരു ശുഭമുഹൂർത്തം. ഉസ്താദ് ഐഫോൺ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഉസ്താദ് ഹാപ്പിയാണ് കാര്യം. ഞങ്ങളും ഹാപ്പി. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാനുണ്ട്, സൽമാൻ ഉണ്ട്, റിസാലുണ്ട്. പിന്നെ ആരൊക്കെയാണ് വരുന്നത്? പിന്നെ ആരൊക്കെ വരുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മൾ അവിടെ തിരി കാണാം. ഹിഡൻ സ്പോട്ട് കാണാൻ വേണ്ടി പോകണ്ട് നമ്മൾ. അപ്പോൾ നല്ലൊരു തുടക്കത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ചോക്ക് ഓണാക്കി തരുമാനെ ഈ വളവ് വയ്ക്കാം. നേരെ നമ്മൾ ചേട്ടാ ഈ വളവ് കഴിഞ്ഞാൽ മതി. ഈ വളവ് എത്തിച്ച് ചോക്കോണാക്കി പോട്ടെ. അതെ. ഒന്നിക്ക ഫാഷൻ ബ്രോന്റെ മെച്ചം കണ്ടത് അതാണ്. ഒറ്റടിക്ക് സ്റ്റാർട്ടാവും. എണ്ണ കഴിഞ്ഞാലും ഒറ്റടിക്ക് സ്റ്റാർട്ടാവും. സംഭവം വജ്ജ് മറന്നിക്കണേ. സംഭവം ഞങ്ങൾക്ക് വജ്ജ് വേച്ചിക്കണേ. അതാണ് ഇവനാണ് എല്ലാവരും ഇറങ്ങി ഞങ്ങൾ കൊടുന്നേ. എന്നിട്ട് കോളാക്കി ഞാനെന്നിട്ട് പറഞ്ഞേ അതൊന്നും കേട്ടോ. പക്ഷേ ഇതിക്കൂടെയൊക്കെ പോക്ക് പാളം പോയിട്ടില്ല. റെയിൽവേ പാളം ഞങ്ങൾ കണ്ടിരിക്കണ. പക്ഷേ റെയിൽവേ പാളം കണ്ടിട്ടില്ല. ആ പാളത്തും കൂടെ നടന്നു പോയി ആ സ്ഥലത്തേക്ക് എത്തും. കണ്ട പ്രശ്നം ഇച്ചു പാളിയിട്ടില്ല. കാരണം അതിന് മുമ്പ് വന്നിട്ടില്ല. വന്നോലും ഒപ്പം ഉണ്ടായിട്ട് ഓൽക്ക് പാളി. എന്നിട്ട് കുറ്റ അവസാനിച്ച് എപ്പോഴും അങ്ങനെ തന്നെ. ഇവനാണ് പ്രഷർ കുക്കർ. ഗൾഫിൽ വന്നിട്ടുള്ളൂ. കുവൈറ്റിന്ന് പ്രഷറാണ്. എപ്പോഴും പ്രഷറിലാ. ഇവിടെ എന്തോ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. ഒരു മനസ്സ കാര്യായിട്ട് അവിടെ മറ്റേ എത്തിന് പറയാൻ കഴിയും. എന്തോ ഒരു സമരം നടത്തുമ്പോ സമരം നടത്തുമ്പോ നോക്കി ചിരിച്ച കൊണ്ടൊക്കെ പോന്നാട്ടിട്ടാതെ കഴിച്ചില്ലായിരുന്നു ഭാഗ്യം. ഓഫ് റോഡാണ്. പോളി അണ്ടർഗ്രൗണ്ട്. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ. അതിന് ശേഷം നമ്മൾ അങ്ങനെ ഈ പാളത്തും കൂടെ അങ്ങനെ നടന്നുകൊണ്ട് അങ്ങ് ഒരു സ്പോട്ടുണ്ട്. ഒരു അടി കൂടെ പോയൊക്കെ പോകുന്നുണ്ട്. കേരള സ്പോട്ടാണ് സംഭവം. ഞാൻ അതുവരെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ആ സ്പോട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടി ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു റീൽ ഷൂട്ടിങ്ങിലാണ്. അതെന്തെങ്കിലും ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൽമാനെ ഓ റീൽ ഷൂട്ടിങ് റീൽ ഓ കുട്ടികളെ മാതിരി ഓ തെല് പറയൂ.
ഓത്തിൽ പറയാൻ പോയി ചെയ്യാനും പൊട്ട. എടാ ഇത് ഒരുപാടുണ്ട്, ഇത് സീനൗട്ടോ, ഇത് കുറേ നടക്കണ്ട്. അപ്പോൾ ചടക്കും. സൽമാനെ ഇതിയും കൂടെ നടന്ന്, ഈ കമ്മിയും കൂടെ നടന്ന് എത്ര നേരം പോയി നോക്കട്ടെ. എത്ര സ്റ്റെപ്പ്? 4 സ്റ്റെപ്പ്. അത് മതിട്ടോ. അന്തല്ലേ ഞാൻ തെല് പറയുമ്പോൾ ഞാൻ ചെയ്യാൻ നിൽക്കണോ? എല്ലാം ചെയ്യും പാവം. ഇതാണ് നമ്മളെ നല്ല ഭംഗിയുള്ള നിലമ്പൂർ, എന്താ പറയുക, നിലമ്പൂർ ഷൊർണൂർ റൂട്ട്. ആ റെയിൽവേ പാളങ്ങളുടെ രാജാവ് പോലെ അങ്ങനെ വിളിച്ചല്ലേ? അതെ, റെയിൽവേ പാളത്തിൽ റെയിൽവേയിൽ ഏറ്റവും ഭംഗിയുള്ള റൂട്ടായ നിലമ്പൂർ ഷൊർണൂർ റൂട്ടാണ് കഴിച്ചത്. സംഭവം നടക്കണ വലിയൊരു സുഖമൊന്നുമില്ല, പക്ഷേ നടക്കേണ്ടി വരികയാണ്. ആയിക്കൂടെ വജ്ജൊന്നുമില്ലല്ലോ. പോരെ ഞാനാണ് നിങ്ങളന്നത്തെ വൈകാട്ടി. ഈ സംഭവം വിചാരിച്ച മാതിരിയല്ല കേട്ടോ. സംഭവം ചെറുതായിട്ട് പണി പോളിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരുപാട് നടന്നു കുഴങ്ങി. ട്രെയിൻ വന്നാൽ പൊളിക്കൂലേ? അടിപൊളി കാരണം അല്ല മാറിക്കൊടുക്കാലോ. ഒരു ട്രെയിൻ വന്ന സംഭവം സെറ്റ് ചെയ്യാൻ നമുക്ക് റീൽ കൊടുക്കാം. ഇങ്ങനെ ഷാറുഖ് ഖാൻ നിൽക്കണേരി ആ സാധനം സെറ്റാവും. തുര്യാതൊക്കെ പോയി ആണ് വെറുങ്ങലിച്ച് ഇങ്ങനെ നിൽക്കുക പേടിച്ചിട്ടേ സൈഡിൽ. പക്ഷെ എന്തോ ഒരു സൗണ്ടൊക്കെ വേഗം കേൾക്കുന്നുണ്ട്. ട്രെയിൻ വരുന്ന നേരം നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എത്ര 7 10 അങ്ങനെ എപ്പോഴും ഉള്ളൂ. കിട്ടും തോന്നില്ല. പക്ഷെ നമുക്കെന്നാലും ആ സ്പോട്ട് കണ്ടിട്ട് മടങ്ങുള്ളൂ. കുഴങ്ങിക്കണം. ചാവാറായി അതാണ് റെയിലോളികൾ ബാക്കിലുണ്ട്. ഇതൊരു വളവ് കഴിഞ്ഞപ്പോൾ ഇഞ്ഞു നോക്കണം അങ്ങോട്ടൊരു ലോകം കാണുന്നു. ഇതിപ്പോൾ മറ്റേ ഏതൊരു പടത്ത് പറഞ്ഞേരി ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോ വളവുണ്ട് പറഞ്ഞേരിയ. 2 വളവുണ്ട്. ഇതിപ്പോൾ ഒരു 1.5-2 കിലോമീറ്ററോളം നടന്ന് ഇതിന് അന്ത്യം വേണ്ടേ? തടഞ്ഞു കേൾക്കാൻ താഴത്ത് പോക്കി കിടക്കണം. ഇപ്പൊ ടെക്നിക്ക് പീടി കിട്ടി. ഇങ്ങനെ ചാടി ഓടിയാൽ മതി. ഓ അതന്നെ അതെ അതന്നെ. എന്താ ചെയ്യാ? അങ്ങനെ പോണ അതിന്റെ കഥ നോക്കിയാച്ച് അവിടെ പോയി ഒതുങ്ങി. അതിന്റെ ടിയറും വേണ്ടിരണ്ടിയാലോ. നമ്മൾ എത്തിരിക്കാണ്. പാടാണ് തൂമഞ്ഞേ മായല്ലേ പായ്മഞ്ഞിൽ വീയല്ലേ. ഗായ്സ് നമ്മൾ എത്തിരിക്കാണ്, സ്പോട്ട് എത്തിരിക്കാണ് ഗായ്സ്. നമ്മൾ ദിമക്ക് നിൽക്കാൻ വേണ്ടി പോവാണ്. ചെറിയൊരു പേടി ഇല്ല. ഓ വാ പൊളി സംഭവം. തീറ് പൊളിയാണ്. പിജ്ജാണ്. നമ്മൾ നേക്കുണ്ട്. നമ്മൾ അങ്ങനെ അതിനു മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം കൊള്ളാം, നേക്കുണ്ട്. അപ്പോൾ റിസാലോട് എന്തോ റീല് ഷൂട്ട് ചെയ്യേണ്ടി നമ്മളതിന് വേണ്ടി നിന്ന് കൊടുക്കട്ടെ. നമ്മളൊന്ന് അൺഎക്സ്പെക്റ്റഡ് ചെറിയൊക്കെ ചോദിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഓക്കെ പോരാ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരം വെറുതെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഉത്തരക്കിനി. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. വേറെ 2 ആൾക്കും കൂടി വരുന്നുണ്ട്. വരട്ടെ. അപ്പോൾ ഇരുട്ടായി. അപ്പോൾ ഇനി വീഡിയോ ഫോട്ടോ ഒന്നും ശരിക്കും കിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ വെറുതെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഉത്തരം പോകുന്നതാണ്. സംഭവം അടിപൊളിയായിരുന്നു. സംഭവം രസമല്ലേ? തെറ്റല്ലേ? അപ്പോൾ ഒന്നുമില്ല, വേറൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. അത് സംഭവം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ പാലം തന്നെയാണ് തോന്നുന്നത്. ശരിക്കും അറിയില്ല കേട്ടോ. അത് കണ്ടിട്ട് അതിൻ്റെ സ്റ്റെപ്പ് കട്ടിങ്ങൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ആയിരിക്കാം. ആണ് അതെ. അല്ലെങ്കിൽ റെയിൽവേ പാളം ഉണ്ടാക്കാൻ കാരണമായത് എന്താ എന്ന് പറഞ്ഞാൽ? അതെ പറയും. ഈ നിലമ്പൂർ ഷൊർണൂർ റൂട്ട് ഉണ്ടാക്കാൻ കാരണമായത് എന്താ? അതിന്റെ കാരണം എന്താണ്? നിലമ്പൂർക്കാർക്ക് അറിയില്ലേ മോശട്ടോ. അതെ എന്തിന്? അതെ വെറും സീനട്ടോ. അതെ നമ്മള് നിലമ്പൂർ തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ ആണ് നിലമ്പൂർ തേക്കും കുരുമുളകും കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നാണ് ഇക്ക പറയുന്നത്. ഗായ്സ് അപ്പോൾ ഇരുട്ടായി. ഞങ്ങൾ തിരിച്ചു പോകാനുള്ളൊരു ഒരുക്കത്തിലാണ്. ഇപ്പോൾ ചായ അടിക്കാൻ വേണ്ടി പോകണ്ടോ. ചായ തിരിച്ചൊരു ലോഡ് നടക്കാണ്ട്. അപ്പോൾ ഒരു ദാഹമൊക്കെ മാറ്റിയിട്ടാവാന്ന് വിചാരിച്ചു. ഗൈസ് നമ്മളൊരു ഏകദേശം ഒരു 100-150 മീറ്റർ പാലത്തുമ്പോൾ നടന്നിട്ട് ഇതാക്കണം. ഒരു ചായക്കടി എത്തിയിട്ടുണ്ട്. പഴയ കാല ചായക്കട.
രാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും പാലത്തുമ്പോൾ തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ട്രെയിൻ പോക്കൊക്കെ കണ്ട് സെറ്റിങ് നടക്കണം. വെളിച്ചടിച്ചിട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും 2 കിലോമീറ്ററോളം തിരിച്ചു കിടക്കണം. ആ ഒരു പേടിയിലാണ്. സൽമാന് സംഭവം നല്ല പേടിയുണ്ട്. എന്നിട്ട് ഒലപ്പോൾ കയറി പോകാൻ നോക്കി, പക്ഷെ ഞങ്ങൾ അയച്ചില്ല, കൊണ്ടുപോകുന്നു. ആ പറയും തള്ളി ഇത് ഒരാളെ ഇപ്പോൾ 2 ദിവസം നടന്നിക്കണ്. ആ ആളെ പേരേ പറയുന്നില്ല, അതിൻ്റെ എൻ്റെ അടുത്ത് കാണാണ്ട്. അങ്ങനെ ആളുണ്ട് കഴിച്ചു. വേറൊരാൾ അതുക്കും മേലൊരാൾ തള്ളു വെറുതെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു കിടക്കുകയാണ്. ഇനി ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പതുക്കെ പോകണം, അല്ലാതെ ഒരു പറ്റില്ല. സീനാണ്. 2 കിലോമീറ്ററോളം ആ കാട് കൂടെ നടക്കണം. ഇങ്ങോട്ട് പോകുന്നപ്പോൾ വീട്ടിൽ ഇനി തിരിച്ചിറക്കണം ആരും ആലോചിച്ചിട്ടില്ല. എന്താ ചെയ്യുക? സംഭവം എന്താ വെച്ചാൽ നിലമ്പൂർ ഫോറസ്റ്റാണ്. ആനകളുണ്ടാവാം, പന്നി ഉണ്ടാവാം, മാനുണ്ടാവാം, തള്ളല്ല കാര്യത്തിൽ കരടി ഉണ്ടാവാം. പക്ഷെ കരടി ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ ഒരു ദിവസം നോക്കുമ്പോൾ അങ്ങനെ മലമ്പാമ്പ് അമ്പെന്നാണ് വിചാരിച്ചായിരുന്നു. ഞങ്ങൾ നടന്ന് കുറേ നടന്ന് എത്തിയപ്പോഴാണ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി എങ്ങനെ ഞങ്ങള് റെയിൽവേ പാള കൊണ്ട് വഴി മറക്കാനൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങള് ഒരു പാട്ട് പാടി കളിക്കാൻ വിചാരിച്ചു. അപ്പൊ ഇഞ്ചിന്റെ അക്ഷരല്ലേ? അക്ഷരം മറി പുഷ്പം പൂക്കുന്നയാ പറ. ഇപ്പോ ഇനി അക്ഷരം പറഞ്ഞ് കളിക്കാണ്. ഞാൻ പറഞ്ഞ് മാ കൂട്ടം വന്നുവോ, കാടൊന്നു കാണാനായി, കൂടൊന്നു കൂട്ടാനായി, ആകാശപ്പൂയ നീന്തി കുതിച്ചു പോയി. കണ്ടു മലനിര, ഓഹോ കണ്ടു. അന്നെൻ്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ, ഇന്നും നിന്നോർമ്മയിൽ നിന്ന് ഉണരുമ്പോൾ മാഞ്ഞെങ്ങോ പോവരുതേ മാമഴവില്ലേ, വെള്ളിക്കോലുസിട്ട വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻ കുളിപ്പാട്ട്. സംഭവം പേടിയുണ്ട്. പേടി ഇല്ലാതെക്കാൻ വേണ്ടി പാട്ട് പാടി ഇങ്ങനെ പോവാണ്. ഇങ്ങനെയാണല്ലോ. കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമാണം വീശുന്ന റൗളാ സുബനത്തിൽ പോരുന്നതെന്നാണ്, തേങ്ങുന്നതെന്നാണ്. ഗൈസ് നമ്മളെത്തി. ഇതാണ് വണ്ടി. ഗൈസ് നമ്മള് ഇത്ര നടന്നു വന്ന് ഇതാണ് ഇവിടെ എത്തിയപ്പോൾ ആക്കുന്നത്. ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്നുകൂടി ആ ഗൈസ് ട്രെയിൻ വരുന്നുണ്ട്. നോക്കിയാ ശരിക്കും നല്ലോ കളി. തൂമാനൊക്കെ പോയിനി. എന്ത് നോക്കാം. ഞങ്ങൾ യാത്രയാകുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്ററിലേറെ നടന്ന് 2 കിലോമീറ്ററോളം നടന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഈവനിങ്ങിന് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ വന്ന് പോയി ആരും മറക്കരുത്, അത് മാത്രം പറയാനുള്ളൂ. അപ്പോൾ ആരും അങ്ങനെ വന്ന് പോയി തള്ളില്ലേ വന്ന് പോയി മറക്കാതിരിക്കാൻ വേറെ ബൈക്കാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിൻ്റെ കുളന്ന് അടുത്ത കുളനെ കണ്ടത്. അപ്പോൾ ഗൈസ് ബൈ.